പശ്ചിമ ബംഗാളിൽ വിവാഹേതര ബന്ധത്തിന്റെ പേരിൽ ഒരാളെ കൊലപ്പെടുത്തി. ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ കേസിൽ അറസ്റ്റിലായ 2 പേരിൽ ഒരാൾ ബൂത്ത് ലെവൽ ഓഫീസറും ഉണ്ടെന്നതാണ്. പശ്ചിമ ബംഗാളിലെ നോർത്ത് 24 പർഗാനാസ് ജില്ലയിലാണ് വിവാഹേതര ബന്ധത്തിന്റെ പേരിൽ ഒരു 30 വയസ്സുകാരനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവമുണ്ടായത്. നാസർ അലി എന്ന വ്യക്തിയാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. സംഭവം നടക്കുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ നാസർ അലിയെ കാണാനില്ലായിരുന്നു. നാസറിനെ കാണാതായതിനെ തുടർന്ന് കുടുംബം പോലീസിൽ പരാതിയും നൽകി. തെരച്ചിലിനൊടുവിൽ പോലീസ് കണ്ടെടുത്തത് വെട്ടി നുറുക്കിയ നിലയിലുള്ള നാസർ അലിയുടെ മൃതദേഹ ഭാഗങ്ങളായിരുന്നു. സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞതോടെ പ്രതികളെ തേടിയുള്ള അന്വേഷണത്തിലായി പോലീസ്. ഒടുക്കം പ്രതിയെ പോലീസ് പിടികൂടുകയും ചെയ്തു. BLO റിസ്വാൻ ഹസൻ മോണ്ടലും കൂട്ടാളി സാഗർ ഗൈനുമാണ് പോലീസ് പിടിയിലായത്. ആ അറസ്റ്റിന് പിന്നാലെ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ്. ইনভেস্টিগেশনেও যেটা উঠে এসছে এটা হচ্ছে এই রেজাউল হাসান মন্ডল, এনার সঙ্গে যিনি ডিজিজড আছেন ওনার ওয়াইফের একটা সম্পর্ক ছিল, যেটা 1.5 বছর আগে জানাজানি হয়। সেই থেকেই এদের মধ্যে একটা শত্রুতা তৈরি হয় এবং ইনি চাইছিলেন এনাকে মানে এর ক্ষতি করতে। রেজাউল তারপর সাগর গাইনকে এর সুপারি দেয় এবং সাগর গাইনি এই মানে দুজন মিলে এই হত্যাটা করে। മോണ്ടലിന് അലിയുടെ ഭാര്യയുമായി വിവാഹേതര ബന്ധമുണ്ടായിരുന്നു. ഈ വിവരം ഭർത്താവായ അലി അറിയുകയും ചെയ്തു. എന്നാൽ എങ്ങനെയോ അലി വിവരങ്ങളൊക്കെ അറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ മോണ്ടലും കൂട്ടാളി സാഗറും ചേർന്ന് വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചെയ്യാനെന്ന വ്യാജേന കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം വിജനമായ ഒരു സ്ഥലത്ത് വെച്ച് അലിയെ കാണണമെന്ന ആവശ്യമുന്നയിച്ച് അലിയെ ബന്ധപ്പെട്ടു. അലി അതിന് സമ്മതിക്കുകയും ചെയ്തു. അവിടെ വെച്ച് അവർ ഇരുവരും ചേർന്ന് അലിയെ അതിക്രൂരമായി കൊലപ്പെടുത്തി. പിടിക്കപ്പെടാതിരിക്കാനായി അലിയുടെ മൃതദേഹം അവർ ഇരുവരും ചേർന്ന് പല കഷ്ണങ്ങളായി മുറിച്ച് ബദൂരിയയിലെ ഒരു കനാലിലെ 3 വ്യത്യസ്ത സ്ഥലങ്ങളിലായി തള്ളി. കൊലപാതകത്തിൽ മോഡലിനെ സഹായിച്ചതിനും മൃതദേഹം കഷ്ണങ്ങളാക്കിയതിനും ശരീരഭാഗങ്ങൾ ഉപേക്ഷിച്ചതിനും ഗൈനിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.